എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കനകക്കുന്നിലാണ്. ഇവിടെ ചന്ദ്രൻ ഉദിച്ചിരിക്കുകയാണ്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഭാഗമായിട്ട് ചന്ദ്രൻ്റെ ഒരു മിനി ഇൻസ്റ്റലേഷൻ, അതിൻ്റെ വിശേഷങ്ങൾ വീഡിയോയിൽ പറയാം. ഒരു വമ്പൻ സംഭവമാണ്. ജനം ഒഴുകുകയാണ് ഇത് കാണുവാനായി കനകക്കുന്നിലേക്ക്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരിയിൽ കനകക്കുന്നിൽ വിസ്മയമായ ചന്ദ്രനെ കാണാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. പ്രശസ്ത ബ്രിട്ടീഷ് കലാകാരനായ ലൂക്ക് ജെറോമിൻ്റെ മ്യൂസിയം ഓഫ് ദി മൂൺ എന്ന ഇൻസ്റ്റലേഷനാണ് കനകക്കുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. 2024 ജനുവരിയിൽ നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയുടെ തുടക്കമായിട്ടാണ് ഈ പ്രദർശനം സംഘടിപ്പിച്ചത്. ഒറ്റ ദിവസത്തേക്കാണ് ഈ പ്രദർശനം. ഇതിനുശേഷം ഇത് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ വേദിയിലെ സ്ഥിരം കാഴ്ചയായിരിക്കും. ഇനി എന്താണ് ഈ കലാരൂപത്തിൻ്റെ പ്രത്യേകത എന്ന് നോക്കിയാൽ, നമ്മൾ ദൂരദർശിനിയിലൂടെയോ നേരിട്ടോ ചന്ദ്രനെ കാണുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു വശം മാത്രമാണ് ദൃശ്യമാകുന്നത്. എന്നാൽ ലൂക്ക് ജെറോമിൻ്റെ സൃഷ്ടിയിൽ ചന്ദ്രനെ അതുപോലെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. നാസ സ്ഥാപിച്ച ലൂണാർ റെക്കനൈസൻസ് ഓർബിറ്റൽ ക്യാമറ പകർത്തിയ ഒറിജിനൽ ചിത്രങ്ങളാണ് ഇതിൽ പതിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ അസ്ട്രോണമി സയൻസ് സെൻറ്ററിലാണ് വളരെ മികച്ച ഈ ഹൈ റെസൊല്യൂഷൻ ചിത്രം തയ്യാറാക്കിയത്. ഇവിടെ ഈ കാണുന്ന ചന്ദ്രഗോളത്തിലെ 1 സെൻറ്റിമീറ്ററിൽ കാണുന്ന ഭാഗം യഥാർത്ഥത്തിൽ ചന്ദ്രനിലെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഉപരിതലമാണ്. 20 വർഷത്തെ പരിശ്രമത്തിലാണ് ലൂക്ക് ജെറോം ഇത് പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. അതായത് യഥാർത്ഥ ചന്ദ്രനെ 23 അടി വ്യാസത്തിലുള്ള ഒരു ഗോളത്തിൽ അതുപോലെ ചിത്രീകരിച്ചു. ഈ ഗോളത്തിന് ചന്ദ്രന് സമാനമായ പ്രകാശം കൂടി നൽകുമ്പോൾ ശരിക്കും ചന്ദ്രന്റെ അടുത്തു നിൽക്കുന്ന പ്രതീതിയാണ് ഉണ്ടാകുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രദർശിപ്പിച്ച ഈ കലാരൂപം കേരളത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇന്ത്യയിൽ ഇതിനു മുൻപ് ഒരു വട്ടം എത്തിയിരുന്നു. 3 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ 7 മീറ്റർ വ്യാസമുള്ളതാണ് ഈ ചന്ദ്രഗോളം. ഇതിനോടൊപ്പം ബാഫ്റ്റ പുരസ്കാരം നേടിയ സംഗീതജ്ഞൻ ഡാൻ ജോൺസ് ചിട്ടപ്പെടുത്തിയ സംഗീതവും പശ്ചാത്തലത്തിൽ മുഴങ്ങിക്കേട്ടിരുന്നു. 2016 ലൂക്ക് ജെറോമിന്റെ ആദ്യ പ്രദർശനം നടന്നത്. 100-ലേറെ പ്രദർശനങ്ങൾ ഇതുവരെ ലോകമെമ്പാടും നടന്നു കഴിഞ്ഞു. അങ്ങനെ വലിയൊരു വിസ്മയ കാഴ്ച തന്നെയാണ് കനകക്കുന്നിൽ തലസ്ഥാനവാസികൾക്ക് കാണുവാനുള്ള അവസരം ഒരുങ്ങിയത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, തിരുവനന്തപുരത്ത് നിരവധി വിസ്മയങ്ങൾ ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവ ഓരോന്നായി ഈ ചാനലിൽ പതിവായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം.